തേച്ചിട്ടും നൂരുന്നില്ലല്ലോ. അയ്യോ, എനിക്ക് തേക്കാൻ അറിയില്ല. ഇത് തേച്ച് ശീലമുള്ളവർക്ക് മാത്രമേ ഇത് തേക്കാൻ പറ്റുകയുള്ളൂ. കട്ടത്തേപ്പ്. എനിക്കൊരു കട്ടത്തേപ്പ് കിട്ടിയ കഥ പറയാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ തേച്ച് കിട്ടി. വലുതായിട്ടൊന്നും തേപ്പ് കിട്ടിയില്ല, ചെറുങ്ങനെ ഒരു തേപ്പ് കിട്ടി. അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പലതരം പറ്റിപ്പുകൾ നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുകയാണ്. ഇത്രയും ബുദ്ധിസാമർഥ്യമായ എന്നെപ്പോലും കബളിപ്പിക്കാൻ കഴിയുന്ന കുറേ ഗജഘോര ഫ്രോഡുകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം നമ്മളെല്ലാവരും പറ്റിക്കപ്പെടുന്നതാണ്. ആരും അധികം വെളിയിലൊന്നും മിണ്ടത്തില്ല. കാരണം നമ്മൾ മണ്ടന്മാരായ നമ്മളാരെങ്കിലും പറഞ്ഞ് ചിരിക്കുമോ? ഇല്ലല്ലോ. അപ്പം സോഷ്യൽ മീഡിയ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ അക്കൗണ്ട് റീച്ച് കൂട്ടണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അതിൽ ഒട്ടുമിക്ക ആണും പെണ്ണും എല്ലാം ചെന്ന് വീണ് കൊടുക്കുന്നതാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ രംഗത്ത് കുറച്ച് ഫ്രോഡ് പയ്യന്മാരിറങ്ങിയിട്ടുണ്ട്. പണി ചെയ്ത് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഒരു ലാപ്ടോപ്പ് എടുത്ത് വെച്ചും കൊണ്ട് ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പരസ്യ പ്രസ്താവനയിട്ട് റീച്ച് കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി അവർ തന്നെ ഒരു റേറ്റ് ഇട്ട് അവർ തന്നെ പരസ്യ പ്രസ്താവന നടത്തി എത്ര പേരുടെ അക്കൗണ്ടിൽ റീച്ച് കുറവാണ്, അവരുടെയൊക്കെ പ്രോഗ്രാമിൻ്റെ അടിയിൽ ചെന്ന് കമൻ്റ് ഇടും, ഞങ്ങൾ റീച്ച് കൂട്ടിത്തരാം, ഫോളോസ് കൂട്ടിത്തരാം. അങ്ങനെയാണ്. അങ്ങനെ ഒരു കുരുക്കിൽ ഞാനും പെട്ടു. വലിക്കനപ്പെട്ടിട്ടില്ല എന്തായാലും. ഒരു കുഞ്ഞതൊരു കടുമണിയോളം പെട്ടു. കടുമണിയോളം പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. അവന്മാർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫ്രോഡുകളാണ്. അവൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അടിച്ചപ്പോൾ ഞാൻ അതിനെ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ആ സംഭവമേ കിട്ടണില്ല. ക്യാഷ് പറ്റിച്ചപ്പോൾ അവൻ്റെ വഴിക്ക് പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് പോട്ടെ, പണി ചെയ്ത് ജീവിക്കാതെ ഞാൻ അവന് പിച്ചക്കായി കൊടുത്തതാണ്. നീ കൊണ്ടുപോയി പണിയെടുക്കാതെ നീ പൊറോട്ട ഇറച്ചി വാങ്ങിച്ച് വിഴുങ്ങ്. നിൻ്റെ അണ്ണനാളത്തിൽ കിടക്കണ ഏറെക്ക് സന്തോഷം. ഓക്കെ, നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുള്ളൂ, അത് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് ഉണ്ടായിരിക്കാം. അവരാരും വെളിയിൽ പറയത്തില്ല. ഇപ്പോൾ എൻ്റെ അറിവിലൊരു 2-3 പാർട്ടികൾ ഇതുപോലെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ആണുങ്ങളെ പറ്റിക്കുന്നവർ ആണും കൂടി യോജിക്കുമ്പോൾ പൂമാർ ബ്ലോക്ക് ചെയ്ത് വെക്കണം. ആര്? ക്യാഷ് വാങ്ങിച്ചവന്മാർ ബ്ലോക്ക് ചെയ്ത് വെക്കണം. പെണ്ണുങ്ങളെ ആണ് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അല്ലേ ചേച്ചി, അങ്ങനെയാണ് ചേച്ചി, ഇങ്ങനെയാണ്, ഞാനൊന്നും അറിഞ്ഞില്ലേ ചേച്ചി, ഇങ്ങനെയാണ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളോട് പൂശി അങ്ങ് നിൽക്കും. പണിയെടുക്കാതെ ജീവിക്കണവന്മാരില്ലേ, പെണ്ണുങ്ങളെ കാശ് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിച്ച് തിന്ന് ജീവിക്കണവന്മാർ. കാർക്കിച്ച് തുപ്പണം നിൻ്റെയൊക്കെ മുഖത്ത് നോക്കി, നാറികൾ. അപ്പോൾ ഞാൻ നിനക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നത് എന്തിനായാലും നിനക്ക് ദാനം നൽകിയതാണ്. കാരണം നീ പിച്ചക്കാരനായതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പരാതിയും പരിഭവങ്ങളൊന്നുമില്ല. ഓക്കെ മിസ്റ്റർ പെരേര, ടോക്ക് യു. അപ്പോൾ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നു. ഇനി എന്നെപ്പോലെ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ഫോളോവേഴ്സിനെ കൂട്ടിത്തരാമെന്ന് പറയുന്ന ഗ്യാങ് പക്ക ഫ്രോഡാണ്. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഒരു 450 രൂപ മാത്രമേ എനിക്ക് നഷ്ടമായിട്ടുള്ളൂ. അവൻ വലികനെ പിടിക്കാൻ നോക്കി, 1000-10,000 ഒക്കെ പിടിക്കാൻ നോക്കി. ഞാൻ വീഴുകയല്ല, ഞാൻ ഒരു ടെസ്റ്റ് ഡോസ് പോലെ കൊടുത്തതാണ്. ഒരു 3 പ്രാവശ്യം 150 രൂപ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്ത്. അപ്പോൾ അവസാനം പറഞ്ഞ് 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഗൂഗിൾ പേൻ്റെ ഫോട്ടോ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്, എന്നാൽ പോയി നോക്കടാന്ന് പറയും. ആണോ ചേച്ചി, ഇങ്ങനെയൊക്കെ കുഴഞ്ഞങ്ങ് നിന്ന് കാര്യം മനസ്സിലായി. കാരണം അവനും തിന്നുന്ന ചോറ് ഞാനും തിന്നുന്ന ചോറാണ്. അതുകൊണ്ട് കൂടുതൽ അവൻ്റെ അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അവൻ പോയി. ഇനി അടുത്ത ആൾ ആരും പറ്റിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഈ വീഡിയോ ഇടുന്നത്.
ഒരുപാട് ഇതിലൊന്നും ഒരു കാര്യമല്ല. സ്വന്തമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഫോളോ ചെയ്ത് വരും. പിന്നെ ഇവന്മാരെ നമ്മളാ പേജിൽ പിടിച്ച് കയറ്റിയ നമ്മളെ ഉള്ള ഫോളോവേഴ്സിനെയും കൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോകും. കാര്യം ക്രിമിനൽ കള്ളന്മാരാണ് ഇവന്മാർ. പണി ചെയ്യാതെ ജീവിക്കാൻ ആളെ പറ്റിച്ച് ജീവിക്കുന്നവർ അവരും അന്യൻ്റെ പെരടത്ത് കിടക്കണം മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോവുള്ളൂ. അവരെ ഉള്ളത് നമുക്ക് തരത്തില്ല. അവർ നമ്മളേലുള്ളത് അവർ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാശും പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മളെ അക്കൗണ്ടിൽ കിടക്കുന്ന 2% ആൾക്കാരെയും കൂടെ കൊണ്ടുപോകും. അത് ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാജിക് പരിപാടി, ഇതിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഈ ലാപ്ടോപ്പ് വഴി ഇതിൻ്റെ പരിപാടികളൊക്കെ ഇവന്മാർക്ക് അറിയാം. ആൾക്കാരെ നിന്ന് തട്ടിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ പരിപാടിയും അവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇതിനിറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ പണിയെന്ന് പറയുന്നത് എവിടെയാണ് റീച്ചില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ, റീച്ചില്ലാത്ത പുരുഷന്മാരുണ്ടോ, അവരെ ക്യാച്ച് ചെയ്ത് പിടിക്കുക, അവർക്ക് വാഗ്ദാനം കൊടുക്കുക, അവരെ ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിക്കുക. അതിനൊക്കെ സ്കാനറൊക്കെ വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലങ്ങ് ചെയ്ത് താന്ന് നാണവും മാനം കേട്ട വർഗം. അപ്പോൾ അതുകൊണ്ട് ഇനി മേലില്ലെങ്കിലും എനിക്ക് കുറച്ച് ചെറുതായിട്ടേ സംഭവിച്ചുള്ളൂ. ഇനി പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ദാനം കൊടുത്തതായിട്ടേ കാണുന്നുള്ളൂ. ഞാൻ എത്രയോ കാശ് വാരി ചിലവാക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നൊരു വിഷയമല്ല. നിങ്ങളെങ്കിലും പാവപ്പെട്ട പിള്ളേരൊക്കെ ഇതിലുണ്ടാവും റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായിരുന്നാലും ഇതുപോലെയുള്ള കുഴുക്കിലൊന്നും ചെന്ന് വീഴരുത്. ഓക്കേ, ബൈ മുത്തുകളെ.